എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലീവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ആയുർവേദ മെഡിസിന് സൈഡ് എഫക്റ്റിനെ പറ്റിയാണ്. ആയുർവേദ മരുന്ന് കഴിച്ച് കിഡ്നി, ലിവറും പോയി എന്നൊക്കെ ധാരാളം കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ എന്താണ് അതിന്റെ റിയാലിറ്റി? ആയുർവേദ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ പൗരാണിക സയൻസ് ആണ്. അതിലെ മെഡിസിൻസ് എന്ന് പറയുന്നത് തികച്ചും പ്ലാന്റ് ബേസ്ഡ് ആണ്. നാച്ചുറൽ മെഡിസിൻസ് ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ എവിടെയാണ് ഇതിന് പ്രശ്നം സംഭവിച്ചത്? എന്താണ് റിയാലിറ്റി? നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാം. അതായത് ആയുർവേദ മെഡിസിനിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ മെഡിസിൻസ് ഏത് തരം മെഡിസിൻസ് ആണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലോപ്പതിക് മെഡിസിൻ തന്നെ എടുക്കാം. അലോപ്പതി മെഡിസിനിൽ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഉണ്ട്. അതായത് ഷുഗർ, ബി.പി, കൊളസ്ട്രോൾ, കാർഡിയാക് പ്രോബ്ലം, ഇങ്ങനെയൊക്കെ ഓരോ പ്രോബ്ലത്തിനും നമ്മൾ നിത്യം മെഡിസിൻസ് എടുക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്ന മെഡിസിൻസ് ഉണ്ട്. അത് നമ്മൾ അങ്ങനെ നിത്യം ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്? അത് ഒരു ലിമിറ്റഡ് പീരിയഡിന് മാത്രമേ നമുക്ക് നൽകാറുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആന്റിബയോട്ടിക് ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമ്മൾ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. ഈ ആന്റിബയോട്ടിക് 3 ഡേയ്സ്, 5 ഡേയ്സ്, 7 ഡേയ്സ് ഇങ്ങനെ ഒരു കോഴ്സായിട്ടാണ് നമുക്ക് നൽകുന്നത്. അതിൽ കൂടുതൽ ആർക്കും കൊടുക്കാറില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് അലോപ്പതിക് മെഡിസിൻ ആണെങ്കിൽ പോലും അതിന് അത്രയും സൈഡ് എഫക്റ്റ് പെൻസിലിൻ എന്നാണ് അതിന് പറയുന്നത്. ഈ പെൻസിലിനെല്ലാം തന്നെ സൈഡ് എഫക്റ്റ് കൂടിയ സാധനം ആയതുകൊണ്ടാണ് അത് ഇങ്ങനെ ഒരു ലിമിറ്റഡ് ഡോസേജിൽ കഴിക്കാവൂ എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ദേ പുതിയ നിയമം വന്നിരിക്കുന്നു. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നമുക്ക് വാങ്ങാൻ പോലും കിട്ടില്ല. കാരണം എന്താണ്? അതിനെ അത്രമാത്രം ദുരുപയോഗം അല്ലെങ്കിൽ അമിതമായിട്ട് അനാവശ്യമായിട്ടുള്ള ആളുകൾ ഉപയോഗം കടന്നു വന്നതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അതിനെ അത്രമാത്രം സ്ട്രോങ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് മെഡിസിൻസ് ആണ്. ഈ സ്റ്റിറോയിഡ് മെഡിസിനും അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ രോഗിക്ക് ഇത്ര ദിവസം ഇന്ന ഡോസ് എന്ന രീതിയിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്നതാണ് സ്റ്റിറോയിഡ് മെഡിസിൻസ് എന്ന് പറയുന്നത്. ഈ മെഡിസിൻ ഒന്നും റെഗുലർ ആയിട്ട് കൊടുക്കാറില്ല. കാരണം എന്താണ്? അതിനൊക്കെ അതിൻ്റെതായ സൈഡ് എഫക്റ്റും പ്രോബ്ലംസും ഉള്ള മെഡിസിൻസ് ആയതുകൊണ്ടാണ് അതിനൊരു ലിമിറ്റഡ് ഡോസും ലിമിറ്റഡ് ഡേയ്സും നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ആയുർവേദത്തിലും ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. ആയുർവേദത്തിലെ ഒരു 90% പ്ലാന്റ് ബേസ്ഡ് മെഡിസിൻസ് വരുന്നുള്ളൂ. ഒരു 10% ആന്റിബയോട്ടിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മെഡിസിൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഹൈലി പോയിസണസ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ഹെവി മെറ്റൽസ്, ഇങ്ങനെയുള്ള പല മെറ്റീരിയൽ പ്യൂരിഫൈ ചെയ്ത് ശുദ്ധി ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരു പർട്ടിക്കുലർ ഡിസീസിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ ആണ് ഉപയോഗിക്കുന്നത്. അതിനെല്ലാം തന്നെ ഒരു പർട്ടിക്കുലർ ഡോസ് വെച്ചിട്ടുണ്ട്, ഒരു ലിമിറ്റഡ് പീരീഡ്സ് വെച്ചിട്ടുണ്ട്. ഈ പീരീഡിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. 15 ഡേയ്സ് ഉപയോഗിക്കേണ്ടതുണ്ട്, 30 ഡേയ്സ് ഉപയോഗിക്കേണ്ടത്, ഇതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർശനമായിട്ട് തന്നെ അതിനകത്ത് പറയുന്നുമുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് മെഡിസിന്റെ പ്രിപ്പറേഷൻ വരുന്നത്. എന്നാൽ 90% പ്ലാന്റ് ബേസ്ഡ് ആണ്. ഈ പ്ലാന്റ് ബേസ്ഡ് മെഡിസിൻസിന് യാതൊരു പ്രോബ്ലവും ഇല്ല. അത് തികച്ചും നാച്ചുറൽ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? തികച്ചും ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിൻസ് ആണ്. അതെല്ലാം നാച്ചുറൽ ആണ്. അതിന് യാതൊരു പ്രോബ്ലവും ഉണ്ടാക്കുന്നില്ല. ഇപ്പം ഈ രീതിയിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ആയുർവേദ മെഡിസിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ഒരാൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനും പറയും സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് തന്നെ പറയുള്ളൂ. ഇല്ല എന്ന് ഒരിക്കലും പറയില്ല. എന്നാൽ എങ്ങനെയാണ് അതിന്റെ സൈഡ് എഫക്റ്റ് വരുന്നത് എന്ന് ചോദിച്ചാൽ അത് ഏത് മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്താണ് അത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയുർവേദ മരുന്നല്ലേ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ആയുർവേദ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസേൺ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അഭിപ്രായം എടുത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആയുർവേദ മെഡിസിൻ ഉപയോഗിക്കുക. ഇനി ഈ ആയുർവേദ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പ്ലാന്റ് ബേസ്ഡ് ആണ്, അതിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അതിനെ നമുക്ക് അങ്ങനെ 100% എഴുതി തള്ളാനായിട്ട് സാധിക്കില്ല. കാരണം
ഇന്ന് നമുക്ക് ലഭിക്കുന്ന പല ആയുർവേദ മെഡിസിൻസ് പ്ലാന്റ് ബേസ്ഡ് ആയുർവേദ മെഡിസിൻ ആണെങ്കിൽ പോലും അത് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഹെവി മെറ്റൽസിൻ്റെയും മറ്റ് മെറ്റൽ പാർട്ടിക്കിൾസിൻ്റെയും കണ്ടന്റ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, വളരെ സിമ്പിളാണ്. നമുക്കെല്ലാവർക്കും യുക്തിക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയുള്ളൂ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങൾ തന്നെ വീട്ടില് ചുക്കും ഉലുവയും ജീരകവും എല്ലാം തിളപ്പിച്ച് ഒരു ഡിക്കോക്ഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുക. ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഹെവി മെറ്റൽസിന്റെ പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് അതിശയോക്തിപ്പെടാനായിട്ട് ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്തുണ്ടാകാം, മെറ്റൽസിന്റെ കണ്ടന്റ് ഉണ്ടാവാം. ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അത് അവിടെയാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ അത് ആഡ് ചെയ്തിട്ടില്ല. ഒരു ഹെവി മെറ്റലും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ലാബ് റിപ്പോർട്ടിൽ എന്ത് വന്നു? മെറ്റൽ കണ്ടന്റിന്റെ അംശം ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് വന്നു. ഇത് എവിടുന്ന് വന്നു? ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ മാർക്കറ്റിൽ പോയി 100 കിലോ നെല്ലിക്ക മേടിച്ചു. ഈ നെല്ലിക്ക മേടിച്ച് ഞാൻ മരുന്നുണ്ടാക്കി ആ മരുന്ന് ടെസ്റ്റ് ചെയ്തപ്പം അതിനകത്ത് അയൺ കണ്ടന്റ് കൂടുതലായിട്ട് കാണുന്നു. വാസ്തവത്തിൽ അയൺ ഞാൻ ആഡ് ചെയ്തില്ല. പക്ഷെ ലാബ് റിസൾട്ടിൽ അയൺ കണ്ടന്റ് കൂടുതൽ വന്നു. ഇതിന്റെ റീസൺ മറ്റൊന്നുമല്ല. ഈ നെല്ലിക്ക നമ്മൾ മാർക്കറ്റിൽ പോയി നെല്ലിക്ക മേടിക്കുമ്പോൾ ഈ നെല്ലി എവിടെയാണ് വളർന്നത്, ഇതിന്റെ സാഹചര്യം എന്താണെന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോകാറില്ല. വാസ്തവത്തിൽ ഇവിടെയാണ് അതിന്റെ പ്രശ്നം വരുന്നത്. ഈ നെല്ലിമരം നിന്നത് റെയിൽവേ ട്രാക്കിന്റെ സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറിയുടെ സൈഡിലോ നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ആ ഭൂമിയിൽ അതിന്റെ കണ്ടന്റ് കൂടുതലുണ്ടാവും. ഇപ്പം റെയിൽവേ ട്രാക്കിന്റെ വക്കത്ത് നിൽക്കുകയാണെങ്കിൽ മഴ പെയ്തിട്ട് അയൺ കണ്ടന്റ് തുരുമ്പിറങ്ങി ആ മണ്ണിൽ എല്ലായിടത്തും ഉണ്ടാവും. അയൺ കണ്ടന്റ് അധികം ഉണ്ടാവും. അപ്പം ഈ നെല്ലിക്കയിൽ അയൺ കണ്ടന്റ് അധികമായിട്ട് വന്നേക്കാം. അതിന്റെ പ്രസൻസ് ആണ് നമ്മുടെ ലാബ് റിസൾട്ടിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇനി ഏറ്റവും രസകരമായ കാര്യം ഞാനൊന്ന് പറയട്ടെ. ആയുർവേദ മെഡിസിനിൽ മെറ്റൽ കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞ്, ഹെവി മെറ്റലിന്റെ പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മെഡിസിൻ ഉപയോഗിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിക്കുന്ന ചോറ്, അരി, ഗോതമ്പ്, വെജിറ്റബിൾസ് ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കുഴൽക്കിണർ നമ്മുടെ വീട്ടിലും കൃഷിയിടങ്ങളിലൊക്കെ നമ്മൾ കുഴൽക്കിണർ കുത്താറുണ്ട് അല്ലേ, ബോർവെൽ എന്ന് പറയുന്നത്. ഈ കുഴൽക്കിണറിലെ വെള്ളം സാധാരണഗതിയിൽ നമ്മളാരും വീട്ടിൽ കുടിക്കാൻ എടുക്കാറില്ല. കാരണം എന്താ? കുഴൽക്കിണറിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൽ ഏതെങ്കിലും ഒരു ഹെവി മെറ്റലിന്റെ കണ്ടന്റ് അധികമായിട്ട് സാധാരണ നിലയിൽ കാണാറുണ്ട്. വളരെ വിരളമായിട്ടാണ് കുഴൽക്കിണറിലെ വെള്ളത്തിൽ പ്യുവർ വെള്ളം നമുക്ക് ലഭിക്കുന്നത്. കാരണം എന്താ? അത് ഭൂഗർഭ ജലമാണ്. അതിനകത്ത് പല മെറ്റൽ പാർട്ടിക്കിൾസും ഏരിയക്കനുസരിച്ച് അമിതമായിട്ട് ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ ഹെവി മെറ്റലിന്റെ കണ്ടന്റ് അമിതമായിട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ വെള്ളം കുടിക്കാനായിട്ട് എടുക്കാത്തത്. ഇനി ചില സാഹചര്യത്തിൽ നിർവാഹമില്ലാത്തവരെന്ത് ചെയ്യും? അതിനെ പ്രോസസ്സ് ചെയ്ത് ഫിൽട്ടറൊക്കെ ചെയ്ത് അത് റിമൂവ് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഞാനൊന്ന് വളരെ സിമ്പിളായിട്ട് ചോദിച്ചു നോക്കട്ടെ. നമ്മൾ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഏത് വെള്ളമാണ്? ഈ ബോർവെല്ലിലെ വെള്ളമാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? അത് ഒരു പ്രോസസ്സും ചെയ്യാറില്ല, ഒരു ഫിൽട്ടറും ചെയ്യാറില്ല. എത്ര ഹെവി മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിലും അത് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൃഷിക്ക് പമ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ കൃഷിയിടത്തിലെ നമ്മുടെ തേങ്ങയും നമ്മുടെ പച്ചക്കറികളും നെല്ലും ഗോതമ്പും ഇതൊക്കെ വലിച്ചെടുക്കുന്ന എന്തുവാ? ഈ ഹെവി മെറ്റലുള്ള ഈ മെറ്റൽ പാർട്ടിക്കിൾസ് ഉള്ള ഈ വെള്ളമാണ് അബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? തീർച്ചയായിട്ടും ഈ വെള്ളത്തിൽ എന്താണോ അമിതമായിട്ടുള്ളത് അത് നമ്മുടെ വെജിറ്റബിൾസിലും എന്തുണ്ടാവും? അതിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചോറിലും ഗോതമ്പിലും വെജിറ്റബിൾസിലും എല്ലാം എന്തുണ്ട്? മെറ്റൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും. മെറ്റൽ പാർട്ടിക്കിൾസ് മാത്രമല്ല, പെസ്റ്റിസൈഡും സകല വിഷവും അതിനകത്ത് ഉണ്ടാവും. നമ്മുടെ മണ്ണിൽ എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആ വെജിറ്റബിൾസിൽ വരുന്നുണ്ടാവും. സംശയമൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയുർവേദ മെഡിസിനിൽ ഹെവി മെറ്റൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിലും നമ്മൾ കഴിക്കുന്ന അരിയിലും ഗോതമ്പിലും ഒക്കെ ഇതുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സാധനവും കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലാബ് റിപ്പോർട്ടിൽ കാണുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള റേഷ്യോ ആണ്. അത് നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ ടെസ്റ്റ് ചെയ്താലും കിട്ടും. ആയുർവേദ മെഡിസിൻസ് ടെസ്റ്റ് ചെയ്താലും കിട്ടും.
അപ്പോൾ പ്ലാന്റ് ബേസ്ഡ് മെഡിസിനില് ഹെവി മെറ്റൽ കണ്ടന്റ് വരുന്നത് അത് നാച്ചുറലായിട്ട് വരുന്നതാണ്. അത് നമ്മളായിട്ട് എന്ത് ചെയ്യുന്നതല്ല, ആഡ് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് യാതൊരു മാർഗവുമില്ല അതിനെ റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ കിഡ്നി പോവും, ലിവർ പോവും എന്ന് പറയുകയല്ല വാസ്തവത്തിൽ ചെയ്യേണ്ടത്. ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരണം. നമ്മുടെ സയൻസ് ഇതിനൊരു ടെക്നോളജി കൊണ്ടുവരണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡൊക്കെ പോലെ നമ്മുടെ ഫുഡ് പ്രോഡക്ട്സുകളും അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ മെഡിസിൻ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എല്ലാം എന്ത് ചെയ്യണം, ഒരു പുതിയൊരു നൂതന ടെക്നോളജിയിലുള്ള ഒരു മെഷീനിലൂടെ കടത്തി വിടുമ്പോൾ എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള ഹെവി മെറ്റൽസും നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ സാധനങ്ങളെല്ലാം, നമ്മുടെ ശരീരത്തിനെ ഹാംഫുൾ ആക്കുന്ന സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കഴിക്കുന്ന ആഹാര സാധനവും ആയുർവേദ മെഡിസിനിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസും ഇതെല്ലാം എന്ത് ചെയ്യണം, ഈ പ്രോസസ്സിലൂടെ കടത്തി വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. വാസ്തവത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നെഗ്ലിജിബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഈ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഈ ലാബ് റിപ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആയുർവേദ മെഡിസിനെ കുറ്റം പറയുന്നത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള 90% ഉള്ള ഈ മെഡിസിൻസ് നമുക്ക് യാതൊരു ശാരീരിക പ്രശ്നം ഉണ്ടാക്കുന്ന മെഡിസിൻസ് അല്ല. തികച്ചും നാച്ചുറലാണ്. അതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. നമ്മൾ ആഹാരമായിട്ട് നമ്മൾ പ്ലാന്റ്സിനെ യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെ ഇത് നമ്മൾ മെഡിസിനായിട്ട് നമ്മൾ പ്ലാന്റ്സിനെ യൂസ് ചെയ്യുന്നു. അത്രേ വരുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയുർവേദ മെഡിസിനിൽ ഹെവി മെറ്റലിൻ്റെ കണ്ടന്റ് ഉണ്ട് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിട്ടുള്ള റേഷ്യോ ആണ്. അത് നാച്ചുറലി കിട്ടുന്നതാണ്, അല്ലാതെ നമ്മൾ ആഡ് ചെയ്യുന്നതല്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. താങ്ക് യു.